ഹായ്, അത് ഭഗവതി മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എന്തൊക്കെയോ ഓഫർ ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, വീക്കെൻഡ് ഓഫർ. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങോട്ട് എത്തിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കാർ പാർക്കിങ്ങൊന്നും അധികം സ്ഥലം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ നമുക്ക് ആദ്യം സിനിമാ തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയപ്പോൾ കുറേ മലയാളമൊക്കെ നിൽക്കുന്നുണ്ട്. എന്ത് മനസ്സിലാവാനാണാവോ, നമുക്ക് മലയാള സിനിമ ഹിന്ദിയൊക്കെ കളിക്കുന്നത്. ഇവിടെ നല്ല ഇടിയാർക്കുണ്ട്. കാറിൻ്റെ ബാക്കിൽ പോയി ഇടിച്ചിട്ട് ആൾക്കാർ ഓടി വരുന്നുണ്ട്, അവരുടെ സ്റ്റാഫുകൾ. അങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഞങ്ങൾ ഒരു സാധനം കണ്ടത്. മറ്റേ കോട്ടൺ ക്യാൻഡി ഇല്ലേ, അത് കണ്ടത്. അത് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിൽ മെഷീനിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങാമെന്നൊരു തോന്നിയില്ലായിരുന്നു. പക്ഷേ വേണ്ടാന്ന് വെച്ചു. ചിലപ്പോൾ പൈസ പോവും, കിട്ടലുണ്ടാവില്ല. അവിടെ ആണെങ്കിൽ ആരും ഇല്ല. പിന്നെ വേണ്ടാന്ന് വെച്ചു. ചേട്ടൻ പേഴ്സിന് പൈസയൊക്കെ എടുക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എനിക്കാണെങ്കിൽ വലിയ താല്പര്യമില്ല. ചേട്ടന് വലിയ മധുരത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ച് ഞാൻ അങ്ങനെ പിന്നെ ഇവിടെ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ വന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു എന്തിട്ട് വീഡിയോ പിടിക്കണേന്ന്. അതൊന്നും കാര്യമാക്കില്ല. ഞാൻ നല്ല എടുത്തു. ഇവിടെ ഒമാൻ്റെ നാഷണൽ ഡേ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഫ്ലാഗും ഒമാൻ്റെ കൊടി അതൊക്കെ ആയിട്ട്. അവിടെ ഒരു മിഠായിനെ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുറേ നാളായിട്ട് നോട്ടിട്ട് വെച്ചിട്ടുള്ളത്. അത് ചേട്ടൻ എടുത്തോളം പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു. വേണ്ട അങ്ങനെ ഇതുകൊണ്ട് എല്ലായിടത്തും ഫ്ലാഗിൻ്റെ കളറിൽ ഒരു ഞാത്തിട്ടേക്കണത്. അവിടെ ഒരു ഉടുപ്പ് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അതും ഒമാൻ്റെ ഫ്ലാഗിൻ്റെ ഒരു കളറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, നല്ല രസമുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു മഗ് കണ്ടു. ചേട്ടനോട് ഭയങ്കര പർച്ചേസിങ്ങില്ല. അത് ചേട്ടൻ വാങ്ങിയിട്ടാണ്, രണ്ടെണ്ണം വാങ്ങി. എൻ്റെ ഗ്ലാസ്സൊക്കെ ഓഫറിന് വെച്ചിട്ടുണ്ട്. നല്ല നോക്കിയിട്ടൊക്കെ വാങ്ങിയത്. അത് പൊട്ടലും ഇതൊക്കെ ഉണ്ടോയെന്ന് അറിയാം. ഓഫറിനിട്ടൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടമായി സെറാമിക്കില്ലേ. അതൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് മിഠായിയും മധുരവും ഈ ദീപാവലി കഴിഞ്ഞിട്ട് ചോക്ലേറ്റ്സും സ്വീറ്റ്സും എല്ലാം ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എനിക്കിത് ബുദ്ധി വന്നിട്ട് പിന്നെ ഡയറ്റ് ചെറുതായിട്ട് എടുക്കുന്നതുകൊണ്ട് ഒന്നും എടുത്തില്ല, വാങ്ങിയില്ല. അങ്ങനെ അതിനിടയിൽ ചേട്ടൻ എനിക്ക് മറ്റേ അവിൽ വിളയിച്ചതുണ്ടല്ലോ, അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു. പക്ഷേ കാണാൻ ഒരു ഗുമ്മില്ല. എനിക്ക് വലിയ കളർ കണ്ടിട്ട് സുഖം തോന്നുന്നില്ല. പിന്നെ വാങ്ങിയില്ല. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നേരെ ബാക്കിലേക്ക് തിന്നപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യണു. കേക്ക് ഉണ്ടാ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനും പോയി ആഗ്രഹിക്കുന്ന സാധനം ജാപ്പനീസ്. നല്ല രസമുണ്ടായിരുന്നു. ചേട്ടന് നടക്കില്ല. അങ്ങനെ ചേട്ടൻ വായിലൊന്നും വെച്ചെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാനൊക്കെ കുഴപ്പമില്ല. ഞാൻ കുറേ മുൻപ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കഴിക്കാനൊരു ആഗ്രഹം വാങ്ങി. ലുലുമാളിൽ പോയപ്പോൾ അവിടെ ഓഫറൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇവിടെ ലുലു തന്നെയാണ്, പക്ഷെ ഓഫറും കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇപ്പോൾ വാങ്ങാനൊന്നുമില്ല. കണ്ടില്ലേ, എവിടെ നോക്കിയാലും ഈ സ്വീറ്റ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ കണ്ണ് ഇത് ഞാൻ അവിടെ ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇത് കണ്ട കോളിഫ്ലവറാണ്, പിങ്ക് കളറിലേക്കാണ്. സലാഡാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചേട്ടനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ചേട്ടൻ പറഞ്ഞോട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. കഴിച്ചിട്ട് വലിയ പരിചയമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കത്തി വാങ്ങണ്ടായിരുന്നു. ചേട്ടൻ കത്തി വാങ്ങുന്ന പരിപാടിയിലേക്ക് അതൊക്കെ നോക്കിയേ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബില്ലടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ഒരുവിധം തിരക്ക് കുറഞ്ഞു തന്നെ പറയാം. എന്നാലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ പോകുമ്പോൾ ഓരോ റൗണ്ട് ബോട്ടത്തിലും ഒമാൻ്റെ ഫ്ലാഗ് ഇങ്ങനെ കിടന്ന് ആടിക്കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങി വീട്ടിൽ പോകാനുള്ള പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ നേന്ത്രപ്പഴത്തിന് ഓഫർ ഇട്ടുണ്ടെന്ന്. 790 പൈസ അങ്ങനെ തുടങ്ങും. അപ്പോൾ നാട്ടിൽ 150 രൂപ എന്ന് പറയാം, അറിയില്ല കറക്റ്റായിട്ട്. അങ്ങനെ നേരെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. അതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഷവർമ്മൻ്റെ സാൻഡ്വിച്ച് അത് വാങ്ങാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാട്ടോ ഒന്നും പറയണ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ആ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ സാൻഡ്വിച്ച് വാങ്ങിയത്. അയാളവിടെ നോക്കുന്നുണ്ട് എന്തിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കണേന്നൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഗ്രാൻഡിലേക്ക് വിട്ടു. ഗ്രാൻഡിലേക്ക് പോയിട്ട്
നമ്മൾ നേരത്തെ സാൻഡ്വിച്ച് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അത് കഴിച്ചു. കാറിൽ നിന്നിട്ട് തന്നെ കഴിച്ചു. ഇങ്ങനെ ചൂടാറും വീട്ടിലെത്തുമ്പോഴത്തേക്ക്. അപ്പോൾ പിന്നെ അത് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് കരുതി ഗ്രാൻഡിലേക്ക്. അങ്ങനെ ഗ്രാൻഡിലേക്ക് കയറി. അവിടെ ഈ മാതിരി ഒമാൻ്റെ കുടികളും പിന്നെ എന്തൊക്കെയോ മറ്റേ അരങ്ങ് അങ്ങനെ എന്തൊക്കെയോ കണ്ടു കേട്ടോ അവിടെ. ഞാൻ എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചു വേണ്ട, നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ താഴെയുള്ള വീട്ടിലത്തെ ചേച്ചി സാബുദാന കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ട് അതങ്ങനെ കുടിച്ച്, ചേച്ചിയുടെ ബെഡ് ആയതുകൊണ്ട് പായസം കൊണ്ടു. അപ്പോൾ അതൊക്കെ കുടിച്ച് വേഗം കിടന്നു.